നമുക്കിന്നൊരു ഉള്ളിക്കറി ഉണ്ടാക്കാം. ഉള്ളിക്കറി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മുഖം മാറും എന്നറിയാം. എന്താണെന്ന് വെച്ചാൽ ഉള്ളി എന്ന് കേൾക്കുമ്പോൾ അത് നന്നാക്കി എടുക്കണമല്ലോ എന്നുള്ളതാണ് എല്ലാ വീട്ടമ്മമാരുടെയും ചിന്ത. പക്ഷെ ഒരു 10-20 ഉള്ളിയൊക്കെ മതി കേട്ടോ. ഒരു 150 ഗ്രാം 200 ഗ്രാം ഉള്ളിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ്. ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ തേങ്ങ അരയ്ക്കൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ സാധാരണ തീയലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ തേങ്ങ അരച്ചിട്ടല്ലേ കറി ഉണ്ടാക്കുക. ഇതാകുമ്പോൾ കുറച്ച് പുളിവെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് പൊടികളൊക്കെ ചേർത്തൊന്ന് കുക്ക് ചെയ്ത് വറ്റിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു കറിയായി ചോറിൻ്റെ കൂടെ കഴിക്കാൻ. പിന്നെ കൂടെ ഒരു മുട്ട പൊരിച്ചതും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് ഊണ് കഴിക്കാം. അത് എൻ്റെ ഒരു കോമ്പിനേഷൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ ചില കോമ്പിനേഷൻസ് ഉണ്ട് ഇതുപോലെ. ഇഞ്ചിക്കറി, ഉള്ളിക്കറി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൂടെ ഒരു മുട്ട പൊരിച്ചത് കൂടി ഉണ്ടെങ്കിൽ ഞാൻ സുഖമായിട്ട് ഊണ് കഴിക്കും. എനിക്കത് മാത്രം മതി. അങ്ങനെയുള്ള കോമ്പിനേഷൻസിന് ഇവിടെ എല്ലാവരും എന്നെ കളിയാക്കാറുണ്ട് കേട്ടോ, ഇത് ആരും കഴിക്കാത്ത കോമ്പിനേഷൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നിങ്ങളൊന്ന് കഴിച്ചു നോക്കൂ, കുറെ പേർക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ, ഉറപ്പായിട്ടും എന്തായാലും. അപ്പോൾ ഉള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ സവാള ഉപയോഗിച്ചിട്ടും ഈ കറി ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണെന്നുള്ളത്, സവാള എത്ര എണ്ണം വേണം, എത്ര സവാള എടുത്താലാണ് ഈ ഒരു കറി റെഡിയാക്കാൻ പറ്റുക എന്നുള്ളത് നമുക്ക് കറി ഉണ്ടാക്കുമ്പോൾ പറയാം. അപ്പോൾ നമ്മുടെ ഉള്ളിക്കറി, അപ്പോൾ ഉള്ളി തീയലിൻ്റെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്, അത് ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിലുണ്ട്. അപ്പോൾ ഉള്ളിക്കറിയുടെ വീഡിയോ നിങ്ങളിപ്പോൾ കാണുക. അതിനുശേഷം ഉള്ളിക്കറി ഉണ്ടാക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന കറിയല്ലേ. അപ്പോൾ നമുക്ക് പോയിട്ട് കറി ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു 1.5 കപ്പ് ഉള്ളി നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഉള്ളി മുറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ 2 വലിയ സവോള, അതായത് ഒരു 1/4 കിലോ ഉള്ളിക്ക് കണക്കാക്കിയിട്ട് 2 വലിയ സവോള എടുത്താലും മതി. അത് ചെറുതായിട്ട് മുറിച്ചെടുക്കുക. അതുപോലെ തന്നെ വാളൻപുളി ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ എടുത്തിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചധികം കറിവേപ്പില എടുത്തിട്ടുണ്ട്, ഒരു 3 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളക് ചേർക്കാം. എൻ്റെ കയ്യിലിപ്പോൾ കാന്താരിമുളക് ആയതുകൊണ്ട് ഞാൻ കാന്താരിമുളകാണ് ചേർക്കുന്നത്, 3 എണ്ണം. പിന്നെ വറ്റൽമുളക്. പിന്നെ നമുക്ക് പൊടികൾ ചേർക്കുമ്പോൾ പറയാം. ആദ്യം നമുക്ക് കറി റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ കറി റെഡിയാക്കുന്നതിന് മുന്നേ ആയിട്ട് ഏറ്റവും ആദ്യം ചെയ്യേണ്ടതാണ് ഈ വാളൻപുളി വെള്ളത്തിൽ സോക്ക് ചെയ്ത് വയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ഇനി നമ്മുടെ കറിയുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ചധികം വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ചേർക്കുക. അതിലേക്ക് കടുക് ചേർക്കുക. കടുകും കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്. കടുക് കൂടുതൽ ചേർക്കുമ്പോൾ നമ്മുടെ കറി കാണാൻ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും. അപ്പോൾ കടുകൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് വറ്റൽമുളക് ചേർക്കാം. നമ്മളിനി അവസാനം വറവ് ചേർക്കുന്നില്ല, എല്ലാ ഇൻഗ്രീഡിയൻസും ഇപ്പോൾ തന്നെ ചേർക്കുകയാണ്. അപ്പോൾ കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മുടെ വറ്റൽമുളക് ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഉടനെ തന്നെ നമ്മുടെ ഉള്ളിയും പച്ചമുളകും ചേർക്കാം. അപ്പോൾ ഞാൻ കാന്താരിമുളകാണ് ചേർത്തിട്ടുള്ളത് പച്ചമുളകിന് പകരമായിട്ട്. ഇതിനി നന്നായിട്ടൊന്ന് കുക്കായി വരണം. ഉള്ളിയുടെ കളറൊക്കെ മാറി ഉള്ളി നന്നായി മൊരിഞ്ഞ് വരണം. ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടി ചേർക്കാം. കറിവേപ്പിലയും മുഴുവനായിട്ട് തന്നെ ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ അവസാനം കറിവേപ്പില ചേർക്കുക അങ്ങനെയൊന്നുമില്ല. അപ്പോൾ പച്ചമുളകൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കാം, ഇല്ലെങ്കിൽ 2ആയിട്ടോ 3ആയിട്ടോ കട്ട് ചെയ്തിട്ട് ചേർക്കാം കേട്ടോ. ഇനി ഉള്ളി ഒന്ന് നന്നായി കുക്കായി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ ഉപ്പോ ഒന്നും ചേർക്കുന്നില്ല. ഉള്ളി കുക്കായി കഴിഞ്ഞിട്ടേ ഉപ്പൊക്കെ ചേർക്കുന്നുള്ളൂ, അതുപോലെ പൊടികളും ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഉള്ളി കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് കളർ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കടുകിൻ്റെ കൂടെ ഒരു 2 പിഞ്ച് ഉലുവയും കൂടി ചേർക്കണം. ഞാനത് ചേർക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ ഇനി ഉലുവ പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. നിങ്ങളുടെ കയ്യിൽ ഉലുവ പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ ഉലുവ ആദ്യമേ തന്നെ ചേർക്കാം കേട്ടോ. കടുക് പൊട്ടിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചേർക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ചു. ഇതിലേക്ക് പൊടികൾ ചേർക്കാൻ പോവാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു റോ ടേസ്റ്റും റോ സ്മെല്ലൊന്ന് മാറി വരുന്നത് വരെ ഇളക്കിയിട്ട് നമുക്ക് അടുത്ത പൊടി ചേർക്കാം. അപ്പോൾ ഉലുവ വറുത്ത് പൊടിച്ചിരിക്കുന്നതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചേർക്കാം. ഞാൻ ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് അവസാനമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഉള്ളി ഇനിയും കുക്കാവണം. നമ്മുടെ ഉള്ളി തീയലിൻ്റെ പാകത്തിലാവണം എന്നുണ്ടെങ്കിൽ ഇനിയും കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഉള്ളി തീയലിൻ്റെ പാകത്തിലേക്ക് ആക്കുന്നില്ല. അപ്പോൾ ഉള്ളി തീയലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും കേട്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ എൻഡ് സ്ക്രീനിൽ കൊടുക്കാം ഉള്ളി തീയൽ. പിന്നെ ഉള്ളി തീയലാവുമ്പോൾ തേങ്ങയൊക്കെ വറുത്തരച്ച് കറി ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതൊക്കെ ആകുമ്പോൾ ബാച്ചിലേഴ്സിനാണെങ്കിലും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്.
ഉള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ സവാള ഉപയോഗിച്ചും ചെയ്യാമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടി കുക്കായിട്ട് നമുക്കിനി ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ കാന്താരി മുളകിൻ്റെ എരിവുണ്ടല്ലോ, അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ മതി. ഈ മുളക് പൊടിയും ഒന്ന് കുക്കായി വരട്ടെ. അപ്പോൾ സാധാരണ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ വേഗം തന്നെ കുക്കായി കിട്ടും. കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ കുക്കായി കിട്ടാൻ കുറച്ചധികം സമയം എടുക്കും. ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ മുളക് പൊടി ചേർത്ത് നമ്മൾ ഇളക്കാൻ തുടങ്ങിയിട്ട് 1 മിനിറ്റായി. ഇതിലേക്ക് ഞാൻ ഇനി ചേർക്കുന്നത് കായപ്പൊടിയാണ്. ഒരു 2 പിഞ്ച് കായപ്പൊടി ചേർക്കാം. അധികം ആവണ്ട, അധികം ആയിട്ടുണ്ടെങ്കിൽ കയ്പ്പായിപ്പോവും. കായപ്പൊടിയും ഒന്ന് കുക്കായി വരട്ടെ. 1 മിനിറ്റും കൂടി ഇളക്കി കൊടുക്കുമ്പോൾ കായപ്പൊടിയും കുക്കായി കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഈ ചീനച്ചട്ടിയിലേക്ക് തന്നെയാണ് പുളി ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് പലപ്പോഴും കമൻറ്റ്സ് വരാറുണ്ട്, ഇരുമ്പ് ചട്ടിയിൽ പുളിയുള്ള റെസിപ്പികൾ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട്. ഞാനിപ്പോൾ കറി റെഡിയാക്കിയിട്ട് ഉടനെ തന്നെ കറി വേറൊരു ബൗളിലേക്ക് മാറ്റും കേട്ടോ. ഇതുവരെ ഇരുമ്പ് ചട്ടിയിൽ പുളിയുള്ള റെസിപ്പികൾ ചെയ്തിട്ട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ മൺചട്ടിയിൽ നമ്മൾ ഉള്ളി വഴച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഉള്ളി മൊരിഞ്ഞ് കിട്ടാൻ കുറേ സമയമെടുക്കും. നമ്മുടെ ഗ്യാസ് ഒരുപാട് നഷ്ടം വരും. അതുകൊണ്ടാണ് ഞാൻ ഇരുമ്പിൻ്റെ ചട്ടിയിൽ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്യണം. അപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ യൂസ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടും എപ്പോഴും കമൻറ്റ്സ് വരാറുണ്ട്. അപ്പോൾ ഇരുമ്പാണല്ലോ കുറച്ചുകൂടി സേഫ്, അതുകൊണ്ടാണ് ഞാൻ ഇരുമ്പ് ചട്ടിയിൽ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ആരും പരാതിയൊന്നും പറയരുത്. ഞാൻ വേഗം തന്നെ കറി റെഡിയാക്കിയിട്ട് വേറെ ബൗളിലേക്ക് മാറ്റിക്കോളാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ പുളിവെള്ളമാണ്. അപ്പോൾ പുളി കൂടുതൽ താല്പര്യമുണ്ടെങ്കിൽ വലിയ ചെറുനാരങ്ങയുടെ വലിപ്പത്തിൽ പുളി എടുക്കുക. ഞാനിപ്പോൾ കുറച്ച് പുളിയേ ചേർക്കുന്നുള്ളൂ, അധികം പുളി വേണ്ട. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർക്കാനുണ്ട്. ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ തിളപ്പിച്ചൊന്ന് കുറുക്കി എടുക്കാനുള്ളതാണ്. അതനുസരിച്ച് വെള്ളം ചേർക്കാം. ഇനി നമുക്ക് ഉപ്പ് ചേർക്കാം. ഇതുവരെ നമ്മൾ കറിയിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിക്കും ഗ്രേവിക്കും എല്ലാം ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കണം. ഇതെല്ലാം ചേർത്തൊന്ന് ഇളക്കി നോക്കുക. ഗ്രേവി കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കാം. ഞാനിപ്പോൾ കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതൊരു 10 മിനിറ്റ് തിളച്ച് ഒന്ന് കുറുകി വരണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കുക. അപ്പോൾ ഏകദേശം ഒരു 2-2.5 കപ്പ് വെള്ളം നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് തീരുമാനിക്കാം. ഇതിലേക്ക് ഇപ്പോൾ തന്നെ നമ്മളിനി ഒരു ചെറിയ പീസ് ശർക്കരയും കൂടി ചേർക്കുന്നുണ്ട്. ആ പുളി ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ശർക്കര ചേർക്കുന്നത്. ശർക്കര ഇല്ലയെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്താലും മതി. അപ്പോൾ ഇതാ ഇത്രയും ആണ് കേട്ടോ ഞാനിപ്പോൾ ശർക്കര ആഡ് ചെയ്യുന്നത്. അത് നമുക്ക് എത്ര വേണം പുളി ബാലൻസ് ചെയ്യാൻ എന്നുള്ളതനുസരിച്ച് ശർക്കര ചേർക്കാം. ഇനിയിപ്പോൾ നമ്മുടെ കറി ഒന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ അടച്ചു വയ്ക്കേണ്ട, നന്നായിട്ട് തിളച്ചതിന് ശേഷം അടയ്ക്കാം. ഇപ്പോൾ കണ്ടോ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ച് അടച്ചു വയ്ക്കാം. ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഉപ്പും പുളിയും എരിവും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. പുളി കുറവാണെങ്കിൽ 5 മിനിറ്റ് കഴിയുമ്പോഴാണെങ്കിലും കുറച്ചുകൂടി പുളി ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ 5 മിനിറ്റും കൂടി കുക്ക് ചെയ്യുമ്പോൾ പുളി കറക്റ്റായിട്ട് പിടിച്ചോളും. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ലാസ്റ്റ് സ്റ്റേജിൽ പുളി ചേർത്തിട്ടുണ്ടെങ്കിൽ പുളി കറക്റ്റ് ആവില്ല. അതുകൊണ്ടാണ് 5 മിനിറ്റ് ആകുമ്പോൾ ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ ഞാനത് അടച്ചു വയ്ക്കട്ടെ. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. എപ്പോഴും ഇളക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു 4-5 മിനിറ്റ് കൂടുമ്പോൾ 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 7 മിനിറ്റ് ആയി കേട്ടോ. അപ്പോൾ ഞാൻ ഇളക്കി കൊടുക്കാൻ പോവാണ്. ഇത്രയും സമയം ഇളക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയമാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ആയിരിക്കണം എന്നേ ഉള്ളൂ. പിന്നെ ഉലുവപ്പൊടി ചേർക്കുകയാണെങ്കിൽ ഇപ്പോഴാണ് ചേർക്കേണ്ടത്, ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട്. ഞാനപ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കാക്കി എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആദ്യമേ തന്നെ 10 മിനിറ്റ് ടൈം പറഞ്ഞത്. അപ്പോൾ ഞാനൊന്ന് ഉപ്പും പുളിയൊക്കെ ചെക്ക് ചെയ്യട്ടെ. അതിന് ശേഷം നമുക്ക് ഒന്നുകൂടി കുറുകി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ ഗ്രേവി ഇത്രയും വറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഇതിലേക്ക് നമ്മുടെ ഉലുവപ്പൊടി ചേർക്കുന്നത്. 2 പിഞ്ച് മതി, അധികമായി പോകണ്ട. അപ്പോൾ ഉലുവയാണെങ്കിലും ഒരു 8-10 ഉലുവ ചേർക്കാം നമ്മൾ കടുക് പൊട്ടിക്കുമ്പോൾ. ഇല്ലെങ്കിൽ ഇതുപോലെ 2 പിഞ്ച് ഉലുവപ്പൊടി ചേർക്കാം.
ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ട് ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിക്കറി നമ്മളൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ചൂടൊക്കെ നന്നായിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും എളുപ്പത്തിൽ ഈ ഒരു കറി ഉണ്ടാക്കിയിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്കും ചെയ്യുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.